കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും വലിയ ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വളരെ സജീവമാണ്. ഒരു സമാന്തര സംവിധാനമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ചില കാര്യങ്ങളുടെ നിയന്ത്രണം എത്തിക്കേണ്ടതാണ്. ഏതായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങളാരും ഇവരെ വളർത്തിയിട്ടില്ല. അതിപ്പോൾ നിങ്ങൾ കണ്ടോ, അതുണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ മുന്നറിയിപ്പ് നൽകുകയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെയും ഗുണ്ടാ സംഘത്തെയും വെച്ചു പൊറപ്പിക്കില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. രമേശ്, ഒരു കാര്യം കൂടി, ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടാൻ വേണ്ടി ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് അവർ തന്നെ മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞു, MV ജയരാജൻ തള്ളി പറഞ്ഞു. അവരാരും അവരോടൊപ്പം ഇല്ല എന്ന് തെളിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം? ഇങ്ങനെയുള്ള ആളുകളെ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരെയൊന്നും ആരും സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം അത്തരൊരു നാടല്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന, ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട. നിയമപരമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അങ്ങനെ ജനജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെയും ഗുണ്ടയെയും കേരളത്തിൽ സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കില്ല. ആ കാര്യത്തിൽ വളരെ ശക്തമാണ്. ഓപ്പറേഷൻ തൂഫാൻ നന്നായി പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഓണക്കാലത്തെ ഒരു ഇടപെടൽ അത് എത്തരത്തിലായിരിക്കും ഉണ്ടാവുക? ഓണക്കാലത്ത് ശക്തമായ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധന്മാർ, ഗുണ്ടകൾ, ഗ്യാങ്ങുകൾ, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾ, അവരെ കർശനമായി നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിലേക്ക്, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണമില്ലേ?